കട്ടുനോട്ടമറിയുന്ന റബ്ബാ, മനസ്സിലെ മറച്ചു വെക്കുന്നതറിയുന്ന റബ്ബാ. അവനറിയാതൊരു ഇല പോലുമേ പൊഴിയുന്നില്ല എന്ന് പറയുമ്പോ അങ്ങ് സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ആഫ്രിക്കൻ കാടുകളിലെ ഇരുണ്ട പാറകൾക്ക് കീഴെ അരിഞ്ഞിറങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കാലടിപ്പാടുകളെ പോലും സൂക്ഷ്മമായി അറിയാൻ കഴിവുള്ള റബ്ബുണ്ടെങ്കിൽ ആ റബ്ബിനെ നിങ്ങൾ ആരാധിച്ചോ, ആ റബ്ബിനെ ആരാധിച്ചോ. എന്റെ രക്ഷിതാക്കളെ കാരണവന്മാരെ അല്ലാഹനെ എവിടെ വെച്ചും വിളിച്ചോ, അവനോട് എവിടെ വെച്ചും സഹായാഭ്യർത്ഥന തേടിക്കോ, അവനോട് എവിടെ വെച്ചും സങ്കടങ്ങളെ പറഞ്ഞോ. അത് അല്ലാഹുവിന് കേൾക്കാനും അതിന് പരിഹാരം നൽകാനും കഴിവുള്ള രക്ഷിതാവ് ഒന്നേ ഉള്ളൂ എങ്കിൽ അതേകനായ ദൈവം തമ്പുരാൻ അവൻ മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമാക്കുമ്പോ സൃഷ്ടികളെ ആരാധിക്കണ്ട, സൃഷ്ടാവിനെ ആരാധിച്ചോ. സൃഷ്ടികളെ ആരാധിക്കണ്ട, സൃഷ്ടാവിനെ ആരാധിച്ചോ എന്ന് പറയുമ്പോ ആരായി സൃഷ്ടാവ്? അവന് കൊടുക്കുന്ന ആരാധനകൾ ഏത് രീതിയിലാ? മനുഷ്യന് നടക്കാനുള്ള കാല്, പിടിക്കാനുള്ള കൈ, ചിന്തിക്കാനുള്ള ബുദ്ധി, ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള അന്നം, ഇത് നൽകിയവനാരുണ്ടോ? ആ ദൈവത്തെ നിങ്ങൾ ആരാധിച്ചോ? മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്റെ സഹോദരന്മാരെ, ഇതൊക്കെ നൽകിയ റബ്ബിന്റെ അനുഗ്രഹങ്ങളാണെങ്കിൽ ഈ അനുഗ്രഹങ്ങളോട് റബ്ബിന് നന്ദി ചെയ്യണമെന്ന് പറയുമ്പോ നന്ദികേട് കാണിക്കല്ലേ എന്നും ഖുർആന് പറയുമ്പോ ഒരു മനുഷ്യൻ ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നന്ദികേട് ഏതാണെന്നറിയുമോ? ഏറ്റവും വലിയ അക്രമം ഏതാണെന്നറിയുമോ? പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ലുഖ്മാനിലൂടെ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനോട് വസിയത്ത് കൊടുക്കുമ്പോ, തന്റെ മകനോട് ഉപദേശം കൊടുക്കുമ്പോ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ ബുനിയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. യാ ബുനിയ്യ, അല്ലയോ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർത്ത് പോകരുതേ. എന്തേ പങ്കു ചേർക്കരുതെന്ന് പറയാനുള്ള കാരണം, ഇന്ന ശിർക, നിശ്ചയമായും ബഹുദൈവ ആരാധന എന്നുള്ളത് ലളുൽമുൻ, അത് അക്രമം തന്നെയാ. ലളുൽമുൻ അളീം, മഹത്തായ അക്രമം തന്നെയാണ്. അതുകൊണ്ടാ ഏറ്റവും വലിയ നന്ദികേട്, ലോകത്തെ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം എന്റെ സഹോദര സംഭവിച്ചു പോകല്ലേ എന്നുള്ള വേദനയോടുകൂടെ പറയുകയാ. അല്ലാഹു അല്ലാത്തവരോട് തേടുമ്പോ, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുമ്പോ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോ അത് ബഹുദൈവാരാധന സംഭവിക്കുക തന്നെയാ. അതിൽ സംശയമില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കാരണം പ്രാർത്ഥന എന്നുള്ളത് എന്താ? ആ പ്രാർത്ഥന ആരാധന തന്നെയാ. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ, 2969 നമ്പർ ഹദീസാണ്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ. ആ ഹദീസിൽ അദ്ദേഹം പറയുന്നു, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. വഖറ, എന്നിട്ട് അദ്ദേഹം ഓതുകയും ചെയ്തു പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഗാഫിറിന്റെ 60-ാമത്തെ ആയത്തുണ്ടല്ലോ, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് തേടിക്കോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, നമ്മോടുള്ള ആരാധനയിൽ ആര് അഹങ്കാരം കാണിക്കുന്നവോ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, വളരെ നിന്ദന്മാരായിക്കൊണ്ട് നരകത്തിൽ അവർ കടന്നടിയുമെന്ന് പറയുമ്പോ ഏത് ആരാധനയിൽ അഹങ്കാരം കാണിക്കുന്നതിനെ സംബന്ധിച്ച, പ്രാർത്ഥന എന്ന ആരാധനയെ സംബന്ധിച്ച് പറയുകയില്ലേ? ഇനി തുഹ്ഫ ഓതി പഠിക്കുന്ന ആളുകളില്ലേ, ആ തുഹ്ഫയിൽ രേഖപ്പെടുത്തിയില്ലേ, അദ്ദുആഉ റൂഹുൽ ഇബാദ, ആരാധനയുടെ ആത്മാവാണ് പ്രാർത്ഥന എന്ന്. ആരാധനയുടെ ആത്മാവാണ് പ്രാർത്ഥന എന്ന് രേഖപ്പെടുത്തുമ്പോ എന്റെ സഹോദരന്മാരെ,
ആരാധനയുടെ ആത്മാവാണ് പ്രാർത്ഥന എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ആലോചിക്കും, അത്രയും ഗൗരവമുണ്ട് ആ വിഷയത്തിൽ. പ്രാർത്ഥന അത് ആരാധനയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ തെളിയിക്കാം അതുമായി ബന്ധപ്പെട്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്കാഫിന്റെ 5-6 ആയത്തുകൾ നിങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറുണ്ടോ? ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്താ? ലോകത്തിലെ തന്നെ ഏറ്റവും വഴികെട്ടതായ മനുഷ്യനെ സംബന്ധിച്ച അവിടെയും അല്ലാഹു തെളിയിക്കുന്നു പ്രാർത്ഥന ആരാധനയാണെന്ന്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ. അല്ലാഹു തആല പറയുന്നതായിട്ടൊന്ന് ശ്രദ്ധിച്ചോ. വമൻ അളല്ലു ഏറ്റവും വഴികെട്ടവൻ ആരുണ്ട്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് അല്ലാഹനെ കൂടാതെ മറ്റുള്ളവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ, മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ എന്റെ സഹോദരന്മാരെ, നിങ്ങളുടെ മുസ്ലിയാക്കന്മാരോട് ചോദിക്കുകയാണോ? ഉടനെ തന്നെ ഇതിന് മറുപടി നൽകും. ഈ ആയത്ത് ശരി തന്നെയാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവൻ ലോകത്തിലെ ഏറ്റവും വഴികെട്ടവൻ തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് അംബിയ ഔലിയാക്കളോട് തേടലല്ല, ഇത് അംബിയ ഔലിയാക്കളോട് പ്രാർത്ഥിക്കലല്ല, മറിച്ച് വിഗ്രഹങ്ങളോട് തേടുന്നതാണ് അല്ലാഹു പറയുന്നത്. മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ലാത്തയും ഉസ്സയും മനാത്തയും പോലെയുള്ള വിഗ്രഹങ്ങളോട് തേടുന്നതാണ് ഇവിടെ പരാമർശമെന്ന് പറയുമ്പോ, ഓ എന്റെ സഹോദരാ, തഫ്സീറുർ റാസ് പഠിക്കാൻ തയ്യാറുണ്ടോ? അവിടെ രേഖപ്പെടുത്തി വച്ചില്ലേ, വയജൂസാനി അയ്യുരീദ കുല്ല മഅബൂദിൻ മിൻ ദൂനില്ലാഹ് മിൻ ഈസാ വഉസൈറ വൽ ജിന്നി വൽ അസ്നാം. ജിന്നുകളെയും വിഗ്രഹങ്ങളെയും ഈസാ നബിയെയും ഉസൈർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും ഇവിടെ ഉദ്ദേശിക്കപ്പെടാമെന്ന് പറയുമ്പോ എന്റെ സഹോദരാ വേണ്ട, അതേത് പ്രവാചകനോട് തേടിയാലും. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, നമ്മുടെ മുസ്ലിയാക്കന്മാര് അറിവ് നേടിയപ്പോ അവര് തിരിച്ചറിവ് നേടിയില്ല, അവർക്കറിവില്ല എന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല. അറിവുണ്ടായി, പക്ഷേ തിരിച്ചറിവുണ്ടാകാതെ പോയി. ആശയങ്ങളെക്കാളും അവർ സ്ഥാനം കൊടുത്തത് എന്തിനാ? അത് ആമാശയങ്ങൾക്കായി പോയി. ആശയങ്ങളെക്കാൾ സ്ഥാനം ആമാശയങ്ങൾക്ക് കൊടുത്തു പോയി. അതുകൊണ്ടാണ് ഈ വൈരുദ്ധ്യമായ പ്രസ്താവനകൾ ഉടലെടുക്കാനുള്ള കാരണമെന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന വിഷയമാണെങ്കിൽ തുടർന്നുള്ള ആയത്ത് കൂടെ പഠിക്കാൻ തയ്യാറുണ്ടോ? വഇദാ ഖുശിറന്നാസു കാനൂ ലഹും മഅദാ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. വഇദാ ഖുശിറന്നാസ്, ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുമ്പോ, നാളെ റബ്ബിന്റെ കോടതിയിൽ മുഴുവൻ സൃഷ്ടിചരാചരങ്ങളെയും ഒരുമിച്ച് കൂട്ടുമ്പോ, കാനൂ ലഹും മഅദാ, ഇവർ അവർക്ക് ശത്രുക്കളായി തീരുന്നതാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും ദുആ ചെയ്തു പോയോ, നാളെ പരലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ശത്രുവാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആരെങ്കിലും ദുആ ചെയ്തു പോയാൽ നാളെ പരലോകത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവന്റെ ശത്രുവാ. മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ആരെങ്കിലും ദുആ ചെയ്തു പോയാൽ നാളെ പരലോകത്ത് മുഹ്യിദ്ദീൻ ശൈഖും അവന്റെ ശത്രുവാ. ഇത്രയും വ്യക്തമായി ഖുർആൻ പറയുമ്പോ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, അവർ ഇവരുടെ ആരാധനകളെ നിഷേധിക്കുമെന്ന് പറയുമ്പോ ഏത് ആരാധനയാ സഹോദര? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ ആ പ്രാർത്ഥന എന്ന ആരാധനയുണ്ടോ? അത് അല്ലാഹു അല്ലാത്തവരോട് അർപ്പിക്കുമ്പോ, അത് അല്ലാഹു അല്ലാത്തവർക്ക് മുന്നിൽ കൊണ്ടുപോയി സമർപ്പിക്കുമ്പോ അത് ശിർക്ക് തന്നെയാണ്, ബഹുദൈവാരാധന തന്നെയാണെന്ന് പഠിപ്പിക്കുമ്പോ വേണ്ട, അതിനെ മാറ്റിവെക്കാൻ തയ്യാറായിക്കോ. ഇത്രയും ക്ലിയർ ആയി ഖുർആൻ